ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം WCC കൊടുത്ത നിവേദനമുണ്ട് മുഖ്യമന്ത്രിക്ക്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കമ്മിറ്റിയെ വെച്ചത് സംസ്ഥാന സർക്കാർ. പക്ഷെ കമ്മിറ്റി വന്നു, കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ, ശുപാർശകൾ മുന്നോട്ട് വെച്ചു. ആ ശുപാർശകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ കത്തുകൾ നൽകിയതും വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലുമാണ് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ അതൊന്നും ആരും ഇപ്പോൾ നോക്കുന്നില്ല, കണക്കാക്കുന്നില്ല. അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. വലിയ ചർച്ച സിനിമാ മേഖലയിൽ ഉണ്ടാക്കി. സിനിമാ സംഘടനകൾ ആദ്യം മൗനം പാലിച്ചു. അമ്മ സംഘടന അവസാനം സംസാരിക്കേണ്ടി വന്നു, പ്രതികരിക്കേണ്ടി വന്നു. അത് സിനിമാ മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നേരത്തെ എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്നിതാ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുന്നു. സർക്കാരിനെതിരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഇളക്കി വിടാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നു. എന്ത് നടന്നാലും അത് സർക്കാരിൻ്റെ തലയിൽ കൊണ്ടുവെക്കുക എന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പതിവ് രീതിയാണ്. എത്രയോ കാലമായി അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് എതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിക്കുക, അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്ന് തേടുക, അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ ആളുകളോട്, സിനിമാ പ്രവർത്തകരോട്, സാംസ്കാരിക പ്രവർത്തകരോടൊക്കെ ചോദിക്കുക. ഇത്തരം ശ്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് ഇടയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയത്. ആ രാഷ്ട്രീയ ബോംബ് കേരളത്തിലെ മന്ത്രിസഭയെയും പിടിച്ചു കുലുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടത്തിയ വെളിപ്പെടുത്തലുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. അതേപോലെ തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിയണം, മാറണം, മാറ്റണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇതിനകം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം പറഞ്ഞത് മാറ്റണം എന്നല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. എൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന്. അങ്ങനെ രഞ്ജിത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ രംഗത്ത് വന്നു എന്ന ആരോപണമുയർത്തി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും. സജി ചെറിയാൻ അവിടെ തുടരാൻ അർഹതയുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് മാധ്യമങ്ങൾ. അങ്ങനെ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയ ഈ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്ത ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ, അത് ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിതരാകും. അങ്ങനെ CPIM ഭരണകക്ഷിയാണ്, ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നിലപാടെടുത്ത് സർക്കാരിനെ ഉപദേശിക്കേണ്ട ചുമതല CPIM-നുണ്ട്. CPIM അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈ എടുക്കുന്നു എന്നാണ് അറിയുന്നത്. അതിലൊന്ന്, ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ്. അന്വേഷിക്കാൻ കഴിയില്ല എന്നാണ് മുൻ നിയമമന്ത്രിയും ഇപ്പോഴത്തെ നിയമമന്ത്രിയും പറയുന്നത്. കോടതി പറയട്ടെ എന്നാണ്. പക്ഷെ കോടതിക്ക് മുമ്പിൽ സർക്കാർ നിലപാട് പറയേണ്ടതുണ്ട്. അങ്ങനെ സർക്കാർ നിലപാട് പറയുന്ന ഘട്ടത്തിൽ അന്വേഷിക്കാൻ തയ്യാറാണ്. ഏത് രീതിയിൽ അന്വേഷിക്കണം എന്ന കാര്യം കോടതി പറയട്ടെ, കോടതി നിർദ്ദേശിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകാം എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ കോടതിക്ക് മുന്നിൽ പറയണം എന്ന ചർച്ച സർക്കാർ തലത്തിലും അതോടൊപ്പം തന്നെ പാർട്ടി തലത്തിലും ഉണ്ട് എന്നാണ്, CPIM തലത്തിലും ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ കോടതിക്ക് മുമ്പാകെ 10-ാം തീയതി കേസ് വരും. ആ 10-ാം തീയതി കേസ് വരുന്ന ഘട്ടത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് നേരത്തെ തന്നെ ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായും മറുപടി പറയണം. അങ്ങനെ മറുപടി പറയുന്ന ഘട്ടത്തിൽ അന്വേഷണത്തിന് തയ്യാറാണ്. പക്ഷേ അന്വേഷണം ഏത് രീതിയിൽ എങ്ങനെ നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കണം എന്ന നിർദ്ദേശമാണ് സർക്കാർ കോടതിക്ക് മുമ്പാകെ വെക്കുക എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലൊരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ പ്രശ്നം, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം രഞ്ജിത്തിനെ സംബന്ധിച്ചാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ചലച്ചിത്ര രംഗത്ത് നിന്ന് തന്നെ ഇത്തരമൊരു ആരോപണം, ഒരു വെളിപ്പെടുത്തൽ വന്ന ഘട്ടത്തിൽ അവിടെ അദ്ദേഹം തുടരുന്നത് ശരിയാണോ എന്ന സംശയം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ മാത്രമേ അന്വേഷിക്കൂ എന്ന് പറയുന്നത് അത് നിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാദമാണ്. കാരണം മീറ്റു വെളിപ്പെടുത്തലുകളൊക്കെ വന്നപ്പോൾ അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കെതിരെയാണോ പറഞ്ഞത് അവർ രാജിവെച്ച് അവരുടെ തൽസ്ഥാനം ഒഴിയുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടതാണ്. പിന്നീട് പരാതി നൽകിയപ്പോൾ കേസെടുത്ത് ജയിലടച്ചതാണ്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം.
എന്ന പൊതു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച തന്നെ അദ്ദേഹം രാജിക്കത്ത് കൈമാറാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്ര അക്കാദമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അക്കാദമി അംഗങ്ങൾ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റണം എന്ന ചിന്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടായതാണ്. പക്ഷെ കാലാവധി തീരുന്നതുവരെ തുടരട്ടെ എന്ന പൊതു നിലപാടിലാണ് സർക്കാർ അന്ന് നിന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകണമോ എന്ന ചോദ്യം ഉയർന്നുമുണ്ട്. കാരണം ആരോപണം ഉയർത്തിയ നടി ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് CPIM-ഓടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ്, സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ആ വെളിപ്പെടുത്തൽ വലിയ ചർച്ച CPIM-നകത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനോട് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെടും. ഏറ്റവും അടുത്ത ദിവസം രാജി നൽകാനായിരിക്കും അദ്ദേഹം തീരുമാനിക്കുക. ആ തീരുമാനം എടുക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് രണ്ട് പ്രശ്നത്തിൽ സുവ്യക്തമായ നിലപാട് CPIM-ഉം സർക്കാരും എടുക്കും എന്ന സൂചനകൾ CPIM നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യത്തിൽ അന്വേഷണം നടക്കും, അന്വേഷണം നടത്തണം. അന്വേഷണം പക്ഷേ ഏത് രൂപത്തിൽ വേണം, എങ്ങനെ അന്വേഷിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന കാര്യം കോടതിയുടെ നിർദ്ദേശം ലഭിക്കണം. പോലീസ് അന്വേഷണം വേണോ, മറ്റൊരു കമ്മിറ്റി വെച്ച് ഇത് വീണ്ടും പരിശോധിക്കണോ, അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമോ എന്ന കാര്യമൊക്കെ കോടതിക്ക് തീരുമാനിക്കാം. ഏത് അന്വേഷണം നടത്താനും സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നായിരിക്കും കോടതിക്ക് മുൻപിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുക. അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടാനും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ചെറിയ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ കരുതുന്നത്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഔദ്യോഗിക തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തലസ്ഥാനത്തില്ല. അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് CPIM നേതാക്കളും സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അറിയിക്കുന്നത്.